രാജ്യവ്യാപകമായ പ്രതിഷേധമല്ലേ? ഈ പ്രതിഷേധത്തിന് യാതൊരു അതിരുമില്ല. അംബേദ്കറെ അപമാനിച്ചതിന് മറുപടി കിട്ടാതെ അമിത്ഷാ രാജിവെച്ച് മാപ്പ് പറയാതെ ഈ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതിലുള്ള പ്രതിഷേധം കൂടി. അല്ല, കേസൊക്കെ എടുത്തോട്ടെ. കേസിന് ഞങ്ങൾക്ക് പ്രശ്നം. ആയിരക്കണക്കിന് കേസ് എടുത്തോട്ടെ. ഇപ്പം തന്നെ 27 കേസുണ്ട്. കേസെടുത്ത് പേടിപ്പിക്കാനാണ്. വർഷ ഗെയ്ക്വാദിന്റെ പരാതിയിൽ കേസെടുത്തോ? വർഷ ഗെയ്ക്വാദും പരാതി കൊടുത്തിരുന്നു. കേസെടുത്തിട്ടുണ്ടോ? അപ്പൊ രണ്ട് നീതിയാണോ? വർഷ കൊടുത്ത പരാതിയിൽ കേസില്ലേ? രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കും അറിയാത്തത്. അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും. ആ പ്രക്ഷോഭം തുടരുമ്പോൾ കേസെടുത്ത് ജയിലിലടക്കാനാണ് ഭാവമെങ്കിൽ ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. സംശയമില്ല. രാഹുൽ ഗാന്ധി ഒരു ഗുണ്ടയെ പോലെ ഇവിടെ പെരുമാറി എന്നുള്ളതാണ്. അത് എന്നാ ക്യാമറ ക്ലിപ്പ് ഒന്ന് കാണിക്കട്ടെ. CCTV ക്യാമറ ഉണ്ടല്ലോ. CCTV ക്യാമറ അവരുടെ കയ്യിൽ ഉണ്ടല്ലോ. കാണിക്കട്ടെ അവർ. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ അംബേദ്കറെ അപമാനിച്ചതിനായിട്ട് അമിത്ഷായ്ക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചാൽ പോകുന്ന ആളാണോ രാഹുൽ ഗാന്ധി? നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആദ്യമായിട്ടാണോ ആക്ഷേപിക്കുന്നത്? BJPക്ക് ഒറ്റ ജോലിയല്ലേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുക. അതവർ തുടരട്ടെ. പക്ഷേ അതല്ല പ്രശ്നം. ഇവിടെ അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഈ രാജ്യത്ത് ഏറ്റവും വലിയ അപമാനപരമായ സ്റ്റേറ്റ്മെൻറ്റിൽ ഇറക്കി. ഇപ്പം ട്വിറ്ററിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്ത് ജനാധിപത്യം വേണ്ട. ഇപ്പം സ്വാഭാവികമായിട്ടും സമരം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിൻ്റെ അവകാശമല്ലേ? അവിടെ എല്ലാം നിരോധിക്കുകയാണെന്ന് പറയുന്നത്. അപ്പം ഇത് വെള്ളരിക്കപ്പെട്ടനാണോ? നടക്കില്ല. English actually what happened yesterday in the parliament, everybody know about it.